പിന്നെ പറഞ്ഞ ഗ്യാരണ്ടികൾ എന്തൊക്കെയായിരുന്നു? ഈ ഡീസലിനും പെട്രോളിനൊക്കെ 50 രൂപയിൽ താഴെ കൊടുക്കും എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞില്ലായിരുന്നു സുരേഷ്? അത് രാഹുൽ ഗ്യാരണ്ടി നരേന്ദ്രമോദി ആ ഗ്യാരണ്ടി നടന്നോ? ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലിരുന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 50 രൂപയ്ക്ക് എന്ന് പറഞ്ഞ വീഡിയോ ഇപ്പോഴും ഉണ്ട്. പോട്ടെ, പറയൂ. അത് പോട്ടെ, ചിലപ്പോൾ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും. പോട്ടെ. അപ്പോ എന്തായാലും ഈ ലോകത്തുള്ള മുഴുവൻ കള്ളപ്പണം കേരളത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞത് സുരേഷ് നിഷേധിക്കുന്നുണ്ടോ? ഈ രാജ്യത്ത് മുഴുവൻ, ഈ ലോകത്ത് മുഴുവനുള്ള കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞത് നിഷേധിക്കുന്നുണ്ടോ? 15 ലക്ഷം അല്ല, അങ്ങനെ സ്ഥിരമായിട്ട് ബെഡായി പറയുന്ന ആളാണ്. അല്ല, അങ്ങനെ തുടങ്ങല്ലേ സുരേഷ്. ഇപ്പൊ ലോകത്ത് മുഴുവനുള്ള കള്ളപ്പണം തിരിച്ചുകൊണ്ടിരുന്നും ലളിത് മോദിയും നീരവ് മോദിയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റവാളികളെ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രൈം മിനിസ്റ്ററുടെ പേരായിരുന്നല്ലോ നരേന്ദ്രമോദി. ആ ബെഡായി 15 ലക്ഷം രൂപ എന്നുള്ള ബെഡായിയാണ്, ബെഡായി ബംഗ്ലാവിന്റെ ഹോസ്റ്റാണ് പുള്ളി. അതുകൊണ്ട് ആ 15 ലക്ഷം ഞാൻ പറയുന്നില്ല, കാരണം അത് എന്റെ സ്റ്റാൻഡേർഡിന് കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ പോകാൻ പാടില്ലല്ലോ. പിന്നെ പറഞ്ഞു തീവ്രവാദം ഇല്ലാതെയാക്കും. എന്തായി? തീവ്രവാദം ഇല്ലാതെയായോ? കഴിഞ്ഞ ദിവസമല്ലേ കാശ്മീരിൽ 5 സൈനികർ മരിച്ചത്? ഈ നരേന്ദ്രമോദിയുടെ കാലത്തല്ലേ ഇന്ത്യയുടെ സൈനിക ആസ്ഥാനമായ ഉറിയിലും പത്താൻകോട്ടിനകത്ത് ആക്രമണം നടത്തിയത്? പുൽവാമയിൽ 40 സൈനികർ കൊല്ലപ്പെട്ടത്? അപ്പോൾ കാശ്മീരിൽ നിരന്തരമായിട്ട് നടക്കുന്ന തീവ്രവാദം അവർ ചെയ്യാൻ പറ്റുമോ? മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നില്ലേ? പിന്നെ ദാവൂദ് ഇബ്രാഹിമിനെ കൊണ്ടുവരും എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായി? ഇന്ന് സംഘികളെല്ലാം അങ്ങർക്ക് എന്തെങ്കിലും മൂക്കിപ്പനി വന്ന് മരിക്കണമേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ പനി വന്ന് മരിച്ചാലെങ്കിലും നരേന്ദ്രമോദി കൊന്നതാണ് എന്ന് പറയാമല്ലോ എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങർക്കെന്തോ അസുഖം വന്നു എന്നൊരു വാർത്ത വന്നപ്പോഴത്തേക്ക് സംഘികൾ മുഴുവൻ പറഞ്ഞത് ഞങ്ങൾ പോയി ചെയ്തു എന്നാണ് പറഞ്ഞത്. എവിടെ പോയി ദാവൂദ് ഇബ്രാഹിം? ഗ്യാസിന് സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ 2014 അധികാരത്തിൽ വരുമ്പോൾ ഗ്യാസിന്റെ വില എത്രയായിരുന്നു? 400 താഴെയെന്നല്ലേ? സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? സബ്സിഡി 1 മാസം കഴിഞ്ഞപ്പോൾ ആ സബ്സിഡി മുഴുവനായിട്ട് നിങ്ങൾ നിർത്തിക്കളഞ്ഞില്ലേ? പിന്നെ ഡോളറിന്റെ വില എത്രയാവും പറഞ്ഞിരുന്നത്? ഇപ്പൊ എത്രയിലാണ് വന്ന് നിൽക്കുന്നത്? അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ RBI എന്താ പറഞ്ഞത്? ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില എത്രയാ? അപ്പൊ ഈ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പഴയ ചാക്ക് ആണെന്നുള്ള കാര്യം കേരളത്തിലും ഇന്ത്യയിലെ ജനങ്ങൾക്കും മുഴുവൻ അറിയാം. അപ്പോൾ അതിനെല്ലാം ഒന്നും കൃത്യമായിട്ട് മറുപടി പറയാൻ ഇവിടെ സുരേഷ് പോലും അതൊന്നും ഉന്നയിച്ചില്ല. പിന്നെ പറഞ്ഞത് ഉജ്ജ്വല യോജനയാണ്. ഉജ്ജ്വൽ യോജനയുടെ കാര്യം നോക്കൂ. 9.4 കോടി കണക്ഷൻ കൊടുത്തു, 1.49 കണക്ഷൻ കൊടുത്തു. ഞാൻ എൻ്റെ കണക്കല്ല, 2021-22 പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയുടെ കണക്ക് ഞാൻ പറയാം. 5.4 കോടി ഉപഭോക്താക്കൾ മാത്രമാണ് ഉജ്ജ്വല യോജനയിൽ നിന്ന് ഗ്യാസ് കിട്ടിയ 5.4 കോടി ഉപഭോക്താക്കൾ മാത്രമാണ് ഒരു വർഷം 4 സിലിണ്ടറിൽ താഴെ എടുക്കുന്നത്. 4 സിലിണ്ടറിൽ താഴെ 1.8 കോടി ജനങ്ങൾ വർഷം 1 സിലിണ്ടർ മാത്രമാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയുടെ പഠനമുണ്ട്. ഒരു കുടുംബത്തിന് അവർ സാധാരണഗതിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വർഷം 8 സിലിണ്ടറെങ്കിലും നിർബന്ധമായും വേണം എന്നുള്ള പഠനം നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഉജ്ജ്വൽ യോജനയിൽ 3 മുതൽ 4 സിലിണ്ടർ വരെ മാത്രമായിട്ട് മാറി. കാരണം എന്താ? സബ്സിഡി ഇല്ലാതെയാക്കി. നരേന്ദ്രമോദി ഗവൺമെന്റ് വരുമ്പോഴുള്ള പാചകവാതകത്തിന്റെ വിലയ്ക്ക് മേലെ ആക്കി, സബ്സിഡി ഇല്ലാതെയാക്കി, ആ ഇതിന്റെ വില വർദ്ധിപ്പിച്ചു. ക്ലീൻ എനർജി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആവശ്യത്തിന് തകർത്ത് കളഞ്ഞ ഒരു ഗവൺമെന്റ് അല്ലേ ഇത്? അതിന് എത്രയാണ് സബ്സിഡി കൊടുത്തത്? 2017-18 സാമ്പത്തിക വർഷത്തിൽ 28,281 കോടിയാണ് പാചകവാതകത്തിലേക്ക് സബ്സിഡിയായി കൊടുത്തിരുന്നത്. 28,281 കോടി. 2020-21 എത്രയാണെന്നറിയോ? 11,896 കോടിയാണ്. എന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്ത് 3 സിലിണ്ടറുകൾ ഫ്രീ ആയി കൊടുത്തത് കൂട്ടിയിട്ടാണ് 11,896 കോടി. ഈ ഉജ്ജ്വല യോജനയിൽപ്പെട്ടവർക്ക് 2022-23 ആകെ കൂടി സബ്സിഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് 800 കോടിയാണ് 2021-22. അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാരിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം 1,618 കോടി സബ്സിഡി കൊടുത്തിരുന്നു ഉജ്ജ്വൽ യോജനയുടെ ആളുകൾക്കാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞ കണക്കും ചെലവാക്കിയിരിക്കുന്ന തുകയും വെച്ച് നോക്കിയാൽ ഉജ്ജ്വൽ യോജന പരാജയപ്പെട്ടു എന്ന് പറയാം. ഇനി ഈ രാജ്യത്ത് ഒരു ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ട് നടന്ന, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ നടന്ന ഒരു യുദ്ധമാണ് കേരളത്തിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. അത് കറൻസി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ആ പ്രധാനമന്ത്രി ആരാ? CBI സ്വന്തം വകുപ്പിന്റെ കീഴിലാണ്, പേഴ്സണൽ മിനിസ്റ്ററുടെ കീഴിലാണ് CBI ഉള്ളത്. അത് നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള കീഴിലാണ്.
ആ നേരിട്ട് കീഴിലുള്ള CBI ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം കേരളത്തിൽ വന്ന് അന്വേഷിച്ചിട്ട് അത് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഘട്ടത്തിൽ സ്വിച്ച് ഇട്ട പോലെ ആ അന്വേഷണം നിന്നു. ആ അന്വേഷണം നിന്ന സ്ഥലത്ത് അവിടെ നിന്ന് നോക്കിയാൽ പിന്നെ ഒന്നും സംഭവിച്ചില്ല. അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയുന്നത് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചും അതേത് ഓഫീസിൽ നിന്നായിരുന്നു എന്നുള്ളത്. ഒന്നുകിൽ സുരേഷ് ഇവിടെ പറയണം ഈ പറഞ്ഞ കഥകൾ മുഴുവൻ നരേന്ദ്രമോദി ഇന്നലെ അവിടെ നിന്ന് നുണ പറഞ്ഞതാണ്, അതല്ലെങ്കിൽ പറയണം രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും സംരക്ഷിക്കേണ്ടി വരുന്ന കഴിവുകെട്ടവനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് സുരേഷ് സമ്മതിക്കണം. ഇത് രണ്ടിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉള്ളൂ. കാരണം കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷിക്കുന്നത് കേരളത്തിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള CPM-ആയിട്ടുള്ള രാഷ്ട്രീയ ധാരണയാണ്. വനിതകളെ കുറിച്ച് പറയുകയാണ്. ഈ തൃശ്ശൂർ ഒന്നും വന്ന് ഇത്രയും പൈസ ചെലവാക്കി ഇത്രയും വലിയ സമ്മേളനം നടത്തണ്ടായിരുന്നല്ലോ. അവിടെ ആ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഈ പറയുന്ന പൊല്ലാപ്പൊക്കെ കാണിക്കുന്നതിന് പകരം ഞാൻ സ്ത്രീപക്ഷത്താണ് എന്ന് പറയാൻ കഴിയുമല്ലോ. ഉന്നാവിലെയും കത്വയിലെയും ഹത്രാസിലെയും ഉൾപ്പെടെ ഹരിയാനയിലെ സന്ദീപ് സിംഗ് എന്ന് പറയുന്ന മന്ത്രി ഉൾപ്പെടെ സ്ത്രീ പീഡന കേസിൽ ഉള്ള മുഴുവൻ ആൾക്കാരെയും സംരക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ കേരളത്തിൽ വന്നിട്ട് സ്ത്രീ പക്ഷത്ത് നിന്ന് രാഷ്ട്രീയം സംസാരിക്കുകയാണ്. 10 വർഷത്തിനപ്പുറം പോലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിമൻ റിസർവേഷൻ ബില്ല്, ആ വിമൻ റിസർവേഷൻ ബില്ലിന്റെ പേരിൽ പറയുകയാണ്. ചോദിക്കട്ടെ, 278 സീറ്റ് 2014 ഉണ്ടായിരുന്നല്ലോ. അപ്പൊ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. ആ 2014 278 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് എന്തിനാണ് 9.5 കൊല്ലം എടുത്തത് ഈ ബില്ല് കൊണ്ടുവരാൻ? കോൺഗ്രസ് എതിർത്തില്ലല്ലോ. വിശദമായി ചർച്ച ചെയ്യാം. ഗ്യാസിന്റെ സബ്സിഡിയെ കുറിച്ച്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനയെ കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് ഒരക്ഷരവും മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കുറെ കെട്ടുകഥകൾ പറഞ്ഞു. 143 കോടി ജനങ്ങളുമായിട്ട് ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയായ സ്ഥലത്ത് ക്രയവിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എക്കണോമി വളരുന്നു, അതിനെന്താ സംശയം? പക്ഷെ ആ എക്കണോമി വളരുമ്പോൾ ഈ പറയുന്ന ജനങ്ങൾക്ക് ഇത് നീതിപൂർവകമായി വിതരണം ചെയ്യുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പറയുന്ന എക്കണോമിയുടെ സിംഹഭാഗവും 3-4 പേരുടെ കയ്യിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നു. ഇന്ത്യയിലെ സ്ത്രീകളെ ഏറ്റവും അധികം ശാക്തീകരിച്ചതും അവരുടെ വീടുകൾക്കുള്ളിൽ അവർക്ക് അഭിമാനം കൊടുത്തതും അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതുമായിട്ടുള്ള ഇന്ത്യയുടെ നൂറ്റാണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി എവിടെ എത്തി? സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യം പറയുകയാണോ? ആ സ്ത്രീകളുടെ കയ്യിലേക്ക് പണമെത്തി വീട് നടക്കും, അവർക്ക് മക്കളെ പഠിപ്പിക്കാൻ കഴിയും, അവർക്ക് കൂടുതൽ പർച്ചേസിംഗ് പവർ, വാങ്ങൽ ശേഷി അവരുടെ വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെ GDP ഉയർന്നത്. 8.55% വരെ വന്നു. 8.2 ആണ് അതിന്റെ ഇടയ്ക്ക് വന്ന റേറ്റ്, ചെറിയ വ്യത്യാസം വന്നത്. അതിന്റെ 7-ലെത്താൻ 9 വർഷം കൊണ്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടോ? എപ്പോഴാ? വേൾഡ് ബാങ്ക് പറഞ്ഞു ഇന്ത്യയുടെ GDP നമ്പേഴ്സ് വ്യാജമായിട്ടുണ്ടാക്കിയാണ്, ഫഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇവർ GDP കാൽക്കുലേറ്റ് ചെയ്ത രീതി മാറ്റി GDP കൂട്ടി കാണിക്കുന്നു വേൾഡ് ബാങ്ക് പറഞ്ഞ സമയത്താണ്. രാജു പി നായർ വേൾഡ് ബാങ്കിനെയൊക്കെ ഞാൻ പറയട്ടെ, സുരേഷ്, നമ്മൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയം മാത്രമേ രാജ്യത്തിന് അപമാനിക്കുകയാണ്, സ്വന്തം രാജ്യത്തെ അപമാനിക്കുകയാണ്. വേൾഡ് ബാങ്ക് എവിടെയാണ് പറഞ്ഞത് ഇന്ത്യ പറയുന്നു എന്ന്? എവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകൂ രാജു. രാജ്യത്തെ സ്വന്തം മാതൃത്വത്തെ അധിക്ഷേപിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടണ്ട. ഈ രാജ്യത്തെ അധിക്ഷേപിക്കുമ്പോൾ ഇന്ത്യയുടെ മാതൃത്വത്തെ പിന്നിൽ നിന്ന് കുത്തി ഡാറ്റയാണ് സംസാരിക്കേണ്ടത്. ജീവിക്കുന്നവനല്ലേ ഈ രാജ്യത്തിന്? ആട്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്
അധിക്ഷേപിക്കണോ? വേൾഡ് ബാങ്കിന്റെ അഭിലാഷേ, രേഖയും അഭിലാഷേ, ഇത് മര്യാദകേടാണ്. ഇങ്ങനെ ഇത് ചർച്ച കൊണ്ടുവരുന്നത്. അഭിലാഷേ, മര്യാദകേട് ഞാൻ സംസാരിക്കാം. അങ്ങനെ മ്യൂട്ട് ചെയ്യൂ. അല്ല, അങ്ങനെ മ്യൂട്ട് ചെയ്യൂ. അല്ല, രേഖ കാണിക്ക്. സുരേഷ്, കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, ഡേറ്റ സംസാരിക്കാനുണ്ട്. ഇപ്പൊ താങ്കൾ അങ്ങനെ ഒരു രേഖ ഇല്ല എന്ന് താങ്കളുടെ ക്വസ്റ്റ്യൻ റൈസ് ചെയ്തല്ലോ, ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് തർക്കം വേണ്ട. ശ്രീ രാജു പി നായർ, താങ്കളുടെ പോയിന്റ് തുടരൂ. അഭിലാഷ, അതിന്റെ രേഖ ഞാൻ തരാം. ഞാൻ പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ നിൽക്കട്ടെ. ഇനി പറഞ്ഞ കള്ളം നോക്കൂ. എപ്പോഴാണ് അഭിലാഷ് ലളിത് മോഡി ഇന്ത്യ വിട്ടുപോയത്? 2009 വേൾഡ് കപ്പ് ഉൾപ്പെടെ BCCI നടത്തിയ അട്ടിമറിയുടെയും സാമ്പത്തിക തെറുക്കേടുകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നടപടിയെടുത്തപ്പോൾ 2010 ലളിത് മോദി രാജ്യം വിട്ടുപോയി. ഇങ്ങനെ എന്താ പറഞ്ഞത്? പച്ച കള്ളമന്ത്രി പറയല്ലേ? നരേന്ദ്രമോദി വന്നപ്പോ പിന്നെ നിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇത് സമ്മതിക്കില്ല. ശരി, ശ്രീ രാജു പി നായർ സംസാരിക്കൂ. ശരി 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 ശരി. പിന്നെ നീരവ് മോഡി എപ്പോഴാ പോയത്? 2017 നീരവ് മോദിക്കെതിരെ കേസ് വരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് വരുന്നത് 2018 നരേന്ദ്രമോദി നോക്കി നിൽക്കുമ്പോൾ രാജ്യം വിട്ടുപോയ കുറ്റവാളിയാണ്. എപ്പോഴാണെന്നറിയോ? ഒരു വിസിൽ ബ്ലോവർ, ഒരു RTI വിവരാവകാശ പ്രവർത്തകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മേഹുൽ ചോക്സിയും നീരവ് മോദിയും ഈ രാജ്യം വിട്ടുപോകുന്നു കത്തെഴുതിയതിനു ശേഷം, അത് കിട്ടിയതിനു ശേഷം അവർക്ക് ഗ്രീൻ ചാനൽ ഉണ്ടാക്കി ഈ രാജ്യത്തുനിന്ന് രക്ഷപ്പെടാൻ അനുവാദം കൊടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി. പച്ചക്കള്ളം വന്നിരുന്ന് പറയാവോ? പച്ചക്കള്ളം വന്നിരുന്ന് പറയാമോ? ഇടയ്ക്ക് അഭിലാഷ ഒന്ന് പറഞ്ഞോട്ടെ. നേരത്തെ അല്പം വൈകാരികമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ നീ എന്നൊരു പ്രയോഗം നടത്തി. ഞാൻ അതിന് മാപ്പ് ചോദിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ലെന്നു അപ്പോഴത്തെ വികാരത്തിൽ പറഞ്ഞാണ്. മാതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് അവകാശമല്ല. കാരണം ഈ രാജ്യത്തിന്റെ മാതൃത്വത്തെ ഇവർ പിന്നിൽ നിന്ന് കുത്തിയതാണ്. ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്ത ആശയത്തിന്റെ വക്താവാണ്. അത് കോൺഗ്രസുകാരുടെ രാജ്യത്തോടുള്ള മാതൃസ്നേഹത്വം ചോദ്യം ചെയ്യാൻ സുരേഷ് അല്ല 1000 മോദിമാർ വന്നാൽ നടക്കില്ല എന്ന് മാത്രം പറയട്ടെ. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യ 5ാമത്തെ ഇതിലേക്ക് അല്ല, ഞാൻ പറയട്ടെ. ഇതിനിടയ്ക്ക് വസീഫ് ഒരു കാര്യം പറഞ്ഞു. ഗവർണർക്കെതിരെ ഒരക്ഷരം മിണ്ടിയില്ലാന്ന്. വസീഫെ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് നിയമസഭയിലെ പ്രമേയത്തിനെതിരെ ഗവർണർ മുഴുവൻ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചപ്പോൾ ആ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പ്രമേയം കൊണ്ടത് കോൺഗ്രസാ. അന്ന് ആ കോൺഗ്രസിന്റെ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്ത പാർട്ടിയുടെ പേരാണ് CPM. അന്ന് AK ബാലൻ പറഞ്ഞത് പ്രതിപക്ഷം ഗവർണറെ തൊടാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പറഞ്ഞത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. BJPക്കെതിരായിട്ടുള്ള ചർച്ചയിൽ CPM-നെതിരെ കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്തായിരുന്നു? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മൊഴി എന്ന് പറയുന്നത്, ഒരു ബാഗ് ഇവർ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുപോയി. പിണറായി വിജയൻ ആ ബാഗ് എടുക്കാൻ മറന്നു. അത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ പിന്നെ കൊണ്ടുപോയി. അത് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് കറൻസി ആയിരുന്നു. ആ കറൻസി കണ്ടപ്പോൾ സ്വപ്ന സുരേഷിന് മനസ്സിലായി ഞങ്ങളുടെ കൂടെ കള്ളക്കടത്ത് നടത്താൻ പറ്റിയ ആളാണ് പിണറായി വിജയൻ എന്ന് അവർക്ക് മനസ്സിലായി. ഇതല്ലേ കസ്റ്റംസിന് കൊടുത്ത മൊഴി? ഇതല്ലേ ED കൊടുത്തിരിക്കുന്ന മൊഴി? ഇതല്ലേ NIA കൊടുത്തിരിക്കുന്ന മൊഴി? ആ മൊഴിയെ സാധൂകരിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ വിടൂ. ആ മൊഴിയെ സ്വാധീനിച്ചുകൊണ്ട് ഈ ശിവശങ്കർ മൊഴി കൊടുത്തല്ലോ, അത് സത്യമാണ്. ഒരു ബാഗ് മറന്നു വെച്ചിരുന്നു, അത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുവന്നു. സ്വപ്ന സുരേഷിന്റെ മൊഴി അതിനകത്ത് കറൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് സ്കാൻ ചെയ്തപ്പോൾ ശിവശങ്കർ അത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം സുരേഷിനോട് സ്ട്രൈറ്റ് ചോദ്യമാണ്. പിണറായി വിജയൻ ഇത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു, ആ ബാഗ് പിന്നീട് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന് ഒരു ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു, നിങ്ങൾ മറന്നു വെച്ചതിനു ശേഷം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുപോയി എന്ന് പറയുന്നു, അതിനകത്ത് കറൻസി ഉണ്ടായിരുന്ന ആരോപണമുണ്ട്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഒരു ഇമെയിൽ അയച്ചു ചോദിച്ചിട്ടുണ്ടോ? സുരേഷ്, ഞങ്ങളുടെ ആഗ്രഹം അറസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അറസ്റ്റ് ചെയ്യണ്ടപ്പാ, നിങ്ങളൊന്ന് വിളിച്ചെടുത്ത് ചോദ്യം ചെയ്യും. നിങ്ങൾ P ചിദംബരത്തിനെ രാത്രി മതിൽ ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്തില്ലേ? മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലല്ലേ? അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോവല്ലേ? DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലേ? പിന്നെ ആരെയൊക്കെയാ നിങ്ങൾ ചെയ്യാത്തത്? ഇവരെല്ലാം നിങ്ങൾ പൂട്ടാൻ നോക്കിയില്ലേ? എന്താ ഈ ബാഗിന്റെ കാര്യത്തിൽ ഈ ബാഗ് നിങ്ങളുടേതായിരുന്നോ എന്നൊരു ചോദ്യം പോലും ചോദിക്കാൻ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തയ്യാറല്ലാത്തത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ ഇന്നലെ നടന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ ഇന്നലെ ചേർന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ നടത്തുന്ന നാടകമാണ്.